ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ തീർച്ചയായിട്ടും രണ്ടാം ദിവസവും ഗെയിൻ തുടരുന്ന ഒന്നാണ് നമ്മൾ ഇന്നും മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 14,865 ഓപ്പണായി നിഫ്റ്റിയിൽ ഏകദേശം 157 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിൻ റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് 14,919 മുകളിലാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. സെൻസെക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 447 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിൻ റിപ്പോർട്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 123 പോയിൻറ്റ്സിന് മുകളിലുള്ള ഗെയിനായിരുന്നു കാണാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഒരു സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ സെക്ടറും തുടർന്ന് IT ആയിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിൻ ഇന്ന് നിഫ്റ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിൽ. അതുപോലെ തന്നെ PSU ബാങ്ക് മാത്രമാണ് ഇന്നും താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും തന്നെ ഇന്നൊരു പോസിറ്റീവ് മൂഡിലാണ് നിന്നത്. തുടർന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റു സെക്ടറുകളിലും വീണ്ടും പോസിറ്റീവ് ഗെയിൻസ് തുടരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നലത്തെ ഒരു ഫെബ്രുവരി മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റയൊക്കെ പബ്ലിഷ് ആയത് ഓട്ടോ സെക്ടറിനൊക്കെ നല്ല രീതിയിൽ ഗുണം ചെയ്തതായിട്ടാണ് കാണുന്നത്. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, വിപ്രോ, അദാനി പോർട്സ്, ഹീറോ മോട്ടോ കോർപ്പ് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വന്നു കഴിഞ്ഞാൽ അവിടെയും നല്ല രീതിയിലുള്ള ഗെയിനാണ് കണ്ടത്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം 1.7% ഗെയിനും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ 1.2% ഗെയിനും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗെയിനുകൾ കാണുന്ന ഒരു ഗെയിനോടുകൂടിയുള്ള ഒരു ഓപ്പണിംഗ്, തുടർന്ന് നല്ലൊരു ഗെയിനോടുകൂടി മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റുകളും ഇന്ത്യൻ മാർക്കറ്റിന് സപ്പോർട്ടീവായിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തുടർന്ന് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ലോങ് ലെഗുള്ള രീതിയിലുള്ളൊരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 15,000 എന്നുള്ളൊരു സൈക്കോളജിക്കൽ റെസിസ്റ്റൻസ് ആണ് ഇനി അടുത്തതായിട്ട് ആക്ട് ചെയ്യാനായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു ബ്രേക്കൗട്ടുകൾ നടന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 15,150 വരെയുള്ള റാലികൾ പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നമുക്ക് ആ ഒരു ലെവലുകൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത് കുറച്ചൊന്ന് കോഷ്യസായിട്ട് വാച്ച് ചെയ്യേണ്ടുള്ളൂ. കാരണം അതുവരെ ആ ഒരു 15,000 എന്നുള്ളൊരു റേഞ്ച് ക്രോസ് ചെയ്യുന്നത് വരെ ഒരു കൺസോളിഡേഷനുള്ള ഒരു സാധ്യതകളാണ് എല്ലാവരും തന്നെ ഈ ഒരു സമയത്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 14,750 റേഞ്ചുകൾ സപ്പോർട്ട് സോൺസ് ആയിട്ട് ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നു. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇന്നൊരു ഗെയിൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് ഫോം ചെയ്തൊരു പാറ്റേൺ, ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷനാണ് വീണ്ടും ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡോജിയിൽ നിന്നുള്ള ബ്രേക്കൗട്ടുകൾ ഏകദേശം 35,765 മുകളിലൊരു ബ്രേക്കൗട്ടുകളായിരിക്കും ഇനി അടുത്തൊരു ഡയറക്ഷൻ, ഒരു അപ്സൈഡിനുള്ള സാധ്യതകൾ പ്രിൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 36,000 റേഞ്ച് വരെയുള്ള റാലികളാണ് അടുത്തതായിട്ട് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ 35,000 ആ ഒരു റേഞ്ച്, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ, അത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നിടത്തോളം നമുക്ക് ഈ ഒരു റേഞ്ചിൽ കൺസോളിഡേഷൻ പ്രതീക്ഷിക്കാം. അതിൽ നിന്ന് താഴേക്ക് ബ്രേക്കൗട്ടുകൾ നടക്കുകയാണ് എങ്കിൽ ഒരു കറക്ഷൻ വീണ്ടും ബാങ്ക് നിഫ്റ്റിയിലും തുടരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കുറച്ചൊന്ന് കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച്, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുള്ള കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ചുകൾ ഇനിയും തുടരുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു സ്റ്റെബിലിറ്റി, ഈ ഒരു കറക്ഷനിലുള്ളൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ മാർക്കറ്റിൽ കിട്ടുന്നത് വരെ. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ബയാസോടുകൂടിയാണ് ട്രേഡ് ആവുന്നത്. മോഡസ്റ്റ് ആയിട്ടുള്ള ലോസ് ആണ്. എന്നിരുന്നാലും ഒരു നെഗറ്റീവ് ബയാസിലാണ് ഇന്നത്തെ US ഫീച്ചേഴ്സൊക്കെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും എല്ലാ മാർക്കറ്റുകളിൽ നിന്നൊരു ഗെയിനാണ് കാണാനുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ മിക്സഡ് ട്രെൻഡ് തുടരുന്നു. SGX നിഫ്റ്റി മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിനോടുകൂടി ട്രേഡ് ആവുന്നു. ഇനി അതുപോലെ തന്നെ രൂപയുടെ മൂല്യത്തിൽ ഡോളറിന് അഗേൻസ്റ്റായിട്ട് ഒരു തിരിച്ചറിവ് കാണാനുണ്ടായിരുന്നു. 18 പൈസ ഉയർന്ന് 73.36 ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റികളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഇനിയും അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയും ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റികളും അത്യാവശ്യമാണ്. അപ്പോൾ എന്നിരുന്നാലും ഇന്നത്തെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു സൈഡ് വേക്കുള്ള സാധ്യതകളാണ് ഈ ഒരു സമയത്ത് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസം തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റിയും കൂടെ ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ അത് തുറന്നുള്ളൊരു ഓപ്പണിംഗ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റുകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി സ്റ്റോക്കുകളിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ബാറ്റയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് റിക്കവറി, ഒരു ബുള്ളിഷ് തിരിച്ചുവരവ് കാണുന്നുണ്ട്, ബുള്ളിഷ് റിവേഴ്സൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ച് നല്ലൊരു കറക്ഷൻ മോഡിലായിരുന്നു. അതിനുശേഷം ഒരു ബുള്ളിഷ് റിവേഴ്സൽ ഇപ്പോൾ ബാറ്റയിൽ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാസിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ NTPCയിലും ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ വന്നിരിക്കുന്നു. പിന്നെ BHEL, ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ്, ആ ഒരു സ്റ്റോക്കിലും നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു അപ്മൂവുകളാണ് കണ്ടുവരുന്നത്. അപ്പം ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ അനാലിസിസിനായിട്ട് വിട്ടു തരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ്,
ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്നും വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇനിയും ഒരു റാലി തുടരാനുള്ള ഒരു സ്പേസ് എന്തായാലും കാണിക്കുന്നുണ്ട്. RSI ഇൻഡിക്കേറ്ററൊക്കെ ആണെങ്കിലും ഓവർബോട്ട് റീജിയനിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഹോൾഡിംഗ് തുടരാമെന്ന് തോന്നുന്നു ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം. എന്നിരുന്നാലും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു അനാലിസിസ് നടത്തുന്ന കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടേതായിട്ട് ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച്. ഇനി അതുപോലെ തന്നെ ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നലെ ഒരു റിവേഴ്സലുള്ള സാധ്യതകൾ പറഞ്ഞു, ഒരു ഹാങ്ങിങ് മാൻ പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ പറഞ്ഞു. തുടർന്ന് വീണ്ടും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ടാറ്റ കെമിക്കൽസിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയുള്ള റാലിക്ക് ശേഷമുള്ള ഒരു കറക്ഷനായിട്ടാണ് ഈ ഒരു സമയത്ത് കാണാനായിട്ടുള്ളത് ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ചിടത്തോളം. RSI ഇൻഡിക്കേറ്ററിലും ഒരു കൂൾ ഓഫ് വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കൂൾ ഓഫുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കറക്ഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും വീണ്ടും ഒരു റിവേഴ്സൽ വരുമ്പോൾ നമുക്ക് ഒരു എൻട്രിക്കുള്ളൊരു പോസിബിലിറ്റി നമുക്ക് ടാറ്റ കെമിക്കൽസിൽ പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ തന്നെ വോൾട്ടാസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ഒരു സ്റ്റോക്കിലും വീണ്ടും ഒരു ബുള്ളിഷ് ബ്രേക്ക്, ഒരു കഴിഞ്ഞ ദിവസത്തെ 2-3 ദിവസത്തെ ഒരു സൈഡ് റാലിക്ക് ശേഷം വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ കാണുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഏകദേശം 1110 വരെയുള്ള റാലികൾക്കൊക്കെ ഉള്ള സാധ്യതകൾ നമുക്ക് വോൾട്ടാസിൽ പ്രതീക്ഷിക്കാം. ഇനി അതേപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും വീണ്ടും ഒരു ബ്രേക്കൗട്ടുകൾ, കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു റേഞ്ച് ബൗണ്ടഡ് റാലിക്ക് ശേഷം ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫെബ്രുവരി സെയിൽസ് ഡാറ്റയൊക്കെ പബ്ലിഷ് ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഇതും. എന്നിരുന്നാലും ഒരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 347-348 മുകളിൽ വരും ദിവസങ്ങളിൽ ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു പോസിബിലിറ്റി ടാറ്റ മോട്ടോഴ്സിലും നിലനിൽക്കുന്നു. ഇനി അതേപോലെ തന്നെ നമ്മൾ ദീപക് നൈട്രേറ്റിനെ കുറിച്ച് ഇന്നലെ ഒന്ന് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും ഒരു ഗെയിനുകൾ കാണാനുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ഫോം ചെയ്തത് ഏകദേശം ഒരു ഇൻഡിസിറ്റീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കും നല്ലതായിരിക്കും. ഇനി നമുക്ക് ഏകദേശം 1663-64 മുകളിലുള്ള ഒരു ബ്രേക്കൗട്ടുകൾ നടന്ന കാലമാണ് അടുത്തൊരു അപ്സൈഡിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് ഏകദേശം 1516 താഴേക്ക് പോവുകയാണ് എങ്കിൽ വീണ്ടും ഒരു കറക്ഷനുള്ളൊരു സാധ്യതകളാണ് ദീപക് നൈട്രേറ്റിൽ നിലനിൽക്കുന്നത്. RSI ഇൻഡിക്കേറ്ററും ഓവർബോട്ട് റീജിയനിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്ന് അനാലിസിസ് നടത്തുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എയർടെലിനെ സംബന്ധിച്ചിടത്തോളം, എയർടെൽ അതേപോലെ തന്നെ വോഡാഫോൺ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്പെക്ട്രം ഓപ്ഷൻ്റെ ഡേ ആയിരുന്നു. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എയർടെൽ ഏകദേശം 18,699 കോടി വർത്ത് ചെയ്യുന്ന സ്പെക്ട്രം അക്വയർ ചെയ്തിരിക്കുന്നു എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ അക്വയർ ചെയ്തിരിക്കുന്ന എല്ലാ സ്പെക്ട്രവും ഇവർക്ക് ഫ്യൂച്ചറിൽ 5G സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല ഈ സ്പെക്ട്രങ്ങളെല്ലാം തന്നെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയകളിലും വളരെ റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളിലും കസ്റ്റമേഴ്സിന് കൂടുതൽ നല്ലൊരു സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ, അതുപോലെ തന്നെ എയർടെലിൻ്റെ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രികൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ന്യൂസുകൾ ഇവർക്ക് ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ഭാരത് പെട്രോളിയത്തെ സംബന്ധിച്ചിടത്തോളം നുമാലിഗാർ റിഫൈനറിയിലുള്ള അവരുടെ മുഴുവൻ സ്റ്റേക്കും, അതായത് 61.65% സ്റ്റേക്കും വിൽക്കുന്നതിനുള്ള ഒരു അപ്രൂവൽ അവർക്ക് ബോർഡിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഹെയർബ IPO, ഈ ഒരു IPO സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ വീണ്ടും നല്ല വർധനവ് വന്നായിട്ട് കാണിച്ചിരിക്കുന്നു. 255 രൂപയായിട്ട് ഉയർന്നിരിക്കുന്നു ഗ്രേ മാർക്കറ്റ് പ്രീമിയം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഏകദേശം 41% വർധനവ്, അവരുടെ ഇഷ്യൂ പ്രൈസിനെ അപേക്ഷിച്ച് 41% വർധനവാണ് ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലുണ്ടായതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ലിസ്റ്റിംഗ് ചെയ്യാനുള്ള സാധ്യതകൾ എല്ലാവരും തന്നെ ഈ ഒരു ഹെയർബ IPO പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ MTAR ടെക്നോളജീസിൻ്റെ IPO നാളെ മാർക്കറ്റിൽ ഓപ്പൺ ആവുകയാണ് സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ആയിരിക്കും വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവുക. 574 മുതൽ 575 രൂപ വരെയാണ് പ്രൈസ് ബാൻഡായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിലും നല്ലൊരു വർധനവുകൾ, ഏകദേശം 70 മുതൽ 75% വർധനവുകളുണ്ട് എന്ന രീതിയിലൊരു ആർട്ടിക്കിളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു IPO നിങ്ങളൊന്ന് അനാലിസിസ് നടത്തുക. അപ്പോൾ നമുക്ക് നാളെ മുതൽ 3 ദിവസത്തേക്ക് സബ്സ്ക്രിപ്ഷൻ വേണ്ടിയിട്ടുള്ള വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാകും. ഇനി അതുപോലെ തന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഒരു അനൗൺസ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അവർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ്റെ സ്റ്റേക്ക് സ്വകാര്യവൽക്കരണത്തിലേക്ക് പോകുന്നു എന്ന രീതിയിലൊരു അപ്ഡേറ്റുകൾ കൊടുത്തു. അപ്പോൾ അതിന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് മൾട്ടിപ്പിൾ ബിഡേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, കുറേ കമ്പനികളുടെ ഭാഗത്തു നിന്നും എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ബിഡുകൾ കിട്ടിയിരിക്കുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൽ 20% അപ്പർ സർക്യൂട്ടിൽ നിന്ന് ലോക്കായിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ ഫെബ്രുവരി സെയിൽസ് ഡാറ്റ, ഓട്ടോ സെയിൽസ് ഡാറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ VST ട്രില്ലറിനെ സംബന്ധിച്ചിടത്തോളം ട്രാക്ടർ സെയിൽസിൽ അവർക്കൊരു ഡിക്ലൈനാണ് വന്നിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ. കഴിഞ്ഞ വർഷം അവർക്ക് ഏകദേശം 564 യൂണിറ്റ്സ് ഫെബ്രുവരിയിൽ സെയിൽ ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 507 യൂണിറ്റാണ് ഈ ഒരു ഫെബ്രുവരിയിൽ ട്രാക്ടർ സെയിൽസ് നടന്നിരിക്കുന്നത്. എന്നിരുന്നാലും പവർ ട്രില്ലർ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്.
ഈ ഒരു ഫെബ്രുവരിയിൽ 2159 യൂണിറ്റ് അവർ വിറ്റിരിക്കുന്നു. കഴിഞ്ഞ വർഷം അവർ 1361 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ ഏഷ്യർ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫെബ്രുവരിയിൽ അവർക്ക് വീണ്ടും വർധനമാണ് കഴിഞ്ഞ ഫെബ്രുവരി അപേക്ഷിച്ചുണ്ടായിരിക്കുന്നത്. 69,659 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ഈ ഒരു ഫെബ്രുവരിയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവർക്ക് 63,536 യൂണിറ്റ്സിൻ്റെ സെയിൽസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇനി അതുപോലെ തന്നെ ഹീറോ മോട്ടോ കോർപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ മോട്ടോർ സൈക്കിൾ അതുപോലെ തന്നെ സ്കൂട്ടർ ഈ ഒരു രണ്ട് വിഭാഗങ്ങളും കമ്പൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫെബ്രുവരിയിൽ 5,05,467 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അവർക്ക് 4,98,242 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്റ്റോക്കുകളും അതേപോലെ തന്നെ ഈ ഒരു ന്യൂസുകളും നിങ്ങളുടെ അനാലിസിസിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അനാലിസിസൊക്കെ നടത്തി ഫീൽ ചെയ്തെങ്കിൽ മാത്രം തുടർന്നുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.